പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഈ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് അവിടെ അന്ന് തീരുമാനിച്ചൊരു സംഭവം. അതിന് ശേഷം പുനത്തിൽ സംസാരിക്കുന്നു. പക്ഷേ പുനത്തിൽ കേക്ക് മുറിക്കുന്നതിന് പകരം ഈ പ്രിൻസിപ്പളിന് ഉമ്മ വയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മുമ്പൊരിക്കലും കാണാത്ത വിധത്തിൽ എന്നോട് ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇപ്പം നീ ഇവിടുന്ന് ഇറങ്ങണം, നീ എന്താണ് ഒഴിച്ചു കളഞ്ഞത് പറയോ, ഒരു വിശുദ്ധ പാനീയമാണ് നീ ഒഴിച്ചു കളഞ്ഞത്. ഈ മദ്യത്തോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക്, സ്ത്രീകളോട് പ്രണയത്തോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതുണ്ടാകാനുള്ള വല്ല മരുന്നും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ? സാധാരണ നിലയിൽ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് കഴിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പിന്നെ എം മുകുന്ദനും ടി പത്മനാഭനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. നോവലുകൾ മലയാളത്തിന് ഇനിയും ഒരുപാടുണ്ടാകും. പക്ഷേ പുനത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പേരാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. പുനത്തിലിനെ കുറിച്ചിട്ടുള്ള ഏത് ഓർമ്മയും ഭയങ്കര രസമായിട്ടുള്ള ഓർമ്മയാണ്. ഇപ്പോൾ നമ്മുടെ തലമുറ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള തലമുറ സ്മാരകശിലകൾ വായിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ആ ഒരു കാലത്ത് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ക്യാമ്പസിലുള്ള എല്ലാവരും ഇങ്ങനെ സ്മാരകശിലകൾ എന്നുള്ള നോവൽ, ഒ വി ജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ, ഇങ്ങനെ പിന്നെ ഭയങ്കര രസമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന നോവലുകളാണ് ഈ നോവലുകളിൽ. ഇത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, പുനത്തിലിനെ വായിക്കുമ്പോൾ പുനത്തിലിൻ്റെ ജീവിതത്തെ കൂടിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ വായിക്കുന്നത് പോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു ജീവിതം എപ്പോഴും പുസ്തകത്തിന് മുന്നിൽ എപ്പോഴും പുനത്തിലിൻ്റെ ജീവിതം നിന്നിട്ടുണ്ട്. അതിൽ പുനത്തിലിൻ്റെ ബദൽ ജീവിതം എഴുതുമ്പോഴാണ് അദ്ദേഹമായിട്ട് ഒരുപാട് അടുക്കാൻ കഴിഞ്ഞത്. ഭയങ്കര രസമായിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട്. അതിൽ പുനത്തിലിനെ ഞങ്ങളെ ഒരു കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. എനിക്കറിയാവുന്നൊരു കോളേജാണ്. ഞാൻ വഴിയാണ് പുനത്തിലിനെ അവിടെ എത്തിക്കുന്നത്. അപ്പം നിറയെ കുട്ടികളുണ്ട്. പുനത്തിലിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികൾ. അന്ന് പുനത്തിലൊരു തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ പ്രിൻസിപ്പളൊരു സ്ത്രീയായിരുന്നു. അവർ പിന്നെ ഒരു ന്യൂ ഇയറിന് തൊട്ട് മുമ്പാണ് ആ കോളേജിലെ പരിപാടി നടക്കുന്നത്. ഒരു കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഈ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് അവിടെ അന്ന് തീരുമാനിച്ചൊരു സംഭവം. അതിന് ശേഷം പുനത്തിൽ സംസാരിക്കുന്നു. പക്ഷേ പുനത്തിൽ കേക്ക് മുറിക്കുന്നതിന് പകരം ഈ പ്രിൻസിപ്പളിന് ഉമ്മ വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമ്മ വെച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഈ കേക്ക് മുറിച്ച് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് തന്നെ വല്ലാത്തൊരവസ്ഥയായി. പക്ഷേ കുട്ടികളെല്ലാം ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ഈ ടീച്ചർ തന്നെ അത് വേറൊരു തരത്തിൽ നന്നായിട്ടാണ് എടുത്തത്. അന്ന് പക്ഷേ രാത്രി എത്തിയിട്ടും പുനത്തിൽ ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു പ്രശ്നം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പെട്ടെന്നാണ് ഒരു സ്ത്രീയെ, ഒരു മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ പോലും അവരൊരു കോളേജിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്, പ്രിൻസിപ്പൾ ചുമതല വഹിക്കുന്ന ആളാണ്. അങ്ങനെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉമ്മ വെച്ചത് ശരിയാണോ എന്നുള്ള സംഭവം. അങ്ങനെ രാത്രിയിൽ ഞാൻ പുനത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ കുഞ്ഞിക്ക് ഇന്ന് ചെയ്തത് ശരിയാണോ? അപ്പോൾ അദ്ദേഹം ചോദിച്ച്, ഏത് കാര്യമാണ്? ഞാൻ ഇന്ന് നന്നായി പ്രസംഗിച്ചല്ലോ. അല്ല, പിന്നെ ഇങ്ങനെ പരിപാടിയിൽ പെട്ടെന്ന് പ്രിൻസിപ്പാളിൻ്റെ കവിളിൽ ഉമ്മ വെച്ചത് ശരിയാണോ? അപ്പോൾ പറഞ്ഞു, ഓ നീ ആ ഉമ്മയിലുണ്ടത്രേ. ഞാൻ ആ ഉമ്മ വെച്ചപ്പോഴേ മറന്നു. ഒരു സെൻകഥയിലെ ഒരു കഥാപാത്രം പോലെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ പിന്നീട് പുനത്തിൽ ഇനി ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ, കോളേജുകളിലേക്കോ മറ്റോ വിളിക്കുമ്പോൾ ഈ ഒരു അനുഭവം ഓർമ്മയിലുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇദ്ദേഹം എങ്ങനെയാണ് പെരുമാറുക, അത് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ്
മനസ്സിലാക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് എനിക്കൊരു വലിയൊരു പലപ്പോഴും പല പരിപാടികളിലേക്കും പുനത്തിലിന് വേണമെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം പരിപാടികൾക്ക് പോകാറില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ കൺസെൻ്റ് എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ പുനത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പെരുമാറുന്ന രീതികൾ അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളൊരു ഹോട്ടലിൽ പോയി, വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ സൂപ്പിന് പറഞ്ഞു, മട്ടൻ സൂപ്പ്. പക്ഷെ എന്തുകൊണ്ടോ പുനത്തിലിന് ആ മട്ടൻ സൂപ്പ് ഇഷ്ടമായില്ല. അപ്പോൾ അദ്ദേഹം മാനേജറോട് പറഞ്ഞു, ഈ സൂപ്പ് ഇഷ്ടമായില്ല, നിങ്ങളുടെ പാചകക്കാരനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു, സാർ അത് അങ്ങനെ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പാണ്. പക്ഷേ പുനത്തിൽ അവിടെ പറഞ്ഞത് നിർത്തുന്നില്ല. പുനത്തിൽ ഈ മാനേജർ കൂട്ടിക്കൊണ്ട് ഇവരുടെ അടുക്കളയിലേക്ക് പോവുകയും ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അയാളെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പുനത്തിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അപ്പോൾ അവരുടെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇവിടെ 1-2 പേർക്കേ പുനത്തിലിനെ വായിച്ച പരിചയമുള്ളൂ. പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു അവസരം കൊടുത്തു എന്നുള്ളത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഒരു ഹോട്ടലിൽ കയറി നമുക്ക് ഒരു സൂപ്പ് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ സൂപ്പ് കഴിക്കാതെ പോകും, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയും വേണ്ടത്ര സൂപ്പ് നന്നായില്ല എന്ന് പറയും. മിക്കവാറും നമ്മളൊന്നും പറയാതെ അതിൻ്റെ ബില്ല് കൊടുത്ത് നമ്മൾ ഇറങ്ങിപ്പോകും. പക്ഷെ പുനത്തിൽ അത് നന്നായില്ല എന്ന് മാത്രമല്ല, അത് നന്നാവാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടി ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള, പാചകത്തെക്കുറിച്ച് ഒരുപാട് ധാരണകളുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുനത്തിലെപ്പോഴും പറയുമായിരുന്നു. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ഓർമ്മകൾ. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ പുനത്തിൽ നമുക്കറിയാം അനുരാഗത്തെക്കുറിച്ചിട്ട് ഒരുപാട് എഴുതിയതാണ്. പുനത്തിലിനെ കുറിച്ചിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് തന്നെ പലപ്പോഴും പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം എടുത്ത സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും അത് മറയില്ലാതെ തുറന്ന് സംസാരിച്ചതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഒരിക്കൽ പുനത്തിലിനോട് ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു നിമിഷം എന്താണ്, ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പുനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് വടകരയിലെ മാച്ചിനാരിക്കുന്ന്, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ആ കുന്ന് കയറി പോകുന്ന ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരി. അവളിങ്ങനെ പാവാട ഉയർത്തി അവളുടെ കണങ്കാൽ കാണിച്ച് ഇങ്ങനെ കുന്നു കയറി പോകുന്ന ദൃശ്യമാണ് അദ്ദേഹം 70-ാം വയസ്സിലും ഏറ്റവും കൂടുതൽ ഓർത്ത. നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു നിമിഷം ഈ പ്രായത്തിലും, അത്രയും പ്രായം കടന്നിട്ട് അദ്ദേഹം ഓർത്തുകൊണ്ടിരുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുന്ന് കയറി പോകുന്ന തൻ്റെ കൂട്ടുകാരിയുടെ കണങ്കാൽ കണ്ടതാണ്. അങ്ങനെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള കുറേ ഓർമ്മകൾ പുനത്തിൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നൊരു സംഭവം, പുനത്തിലിൻ്റെ ബദൽ ജീവിതം എഴുതുന്ന ഒരു സമയം ഉമ്മയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. ഉമ്മയെ എന്നെ പ്രസവിച്ച എൻ്റെ ഉപ്പയോട് കടപ്പാടുകളില്ല എന്ന് ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ആ നിലയിൽ സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ വിവാദമായിരുന്നു. പിന്നീട് ഈ ബദൽ ജീവിതം എഴുതുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഉന്മാദം ബാധിച്ചൊരു സ്ത്രീയായിരുന്നു ഉമ്മ എന്നുള്ള നിലയിലൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഉമ്മയെക്കുറിച്ചുള്ള ആ ഭാഗം എന്നോട് പറഞ്ഞ് ഞാനത് എഴുതി അദ്ദേഹത്തെ കേൾപ്പിക്കുമ്പം അദ്ദേഹം കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞു. ശരിക്കും ഉമ്മയെക്കുറിച്ചിട്ടുള്ള ആ ഭാഗം ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കാസാബ്ലാങ്കയിലെ ഫ്ലാറ്റിൽ നിന്ന് എണീറ്റിട്ട് പോയി ഒരു ജനലിന് അരികിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കുറേ നേരം നിന്നുകൊണ്ട് കണ്ണ് തുടച്ച് തിരിച്ചു വന്നു.
ഞാൻ എന്നിട്ട് ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ എന്നിട്ടും ഞാൻ ചോദിച്ചു. ഒരിക്കൽ ഉമ്മയെ തള്ളിപ്പറഞ്ഞ, എന്നെ എൻ്റെ രക്ഷിതാക്കളോട് എനിക്കൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞ ഈ പുനത്തിൽ എന്താണിപ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു സംഭവം എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു ഏകാകിയുടെ ഒരു അവസ്ഥയിലെത്തും. ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന, അവരുടെ മനസ്സാക്ഷിയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സന്ദർഭം വരും. ആ സന്ദർഭത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരുടെ ഉമ്മയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമ്മ നഷ്ടപ്പെട്ട, കുട്ടിക്കാലത്തെ ഉമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ സ്വഭാവമാണ് ഞാൻ കാണിക്കുന്നതെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയും. അദ്ദേഹം കുറേ കഴിയുമ്പോഴാണ് ഈ ഉമ്മയുടെ ഒരു നഷ്ടത്തെക്കുറിച്ച്, അതിൽ വല്ലാത്തൊരു സംഭവം ഇദ്ദേഹം പറയുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് പോകുമ്പോൾ ഈ വടകരയിലുള്ള ഓരോ വീട്ടിൽ നിന്നും ഉമ്മമാർ അവരവരുടെ കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമ്പം ഇദ്ദേഹത്തിന് ഉമ്മയില്ലല്ലോ. അപ്പോഴിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഓർമ്മ പിന്നെ വയസ്സുകാലത്തും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അപ്പോൾ വയസ്സാകുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, വയസ്സാകുമ്പോഴും ഒരു വ്യക്തി ഒറ്റയ്ക്കാണല്ലോ. ഉമ്മ ജീവിച്ചാലും ഇല്ലെങ്കിലും പ്രായമാകുമ്പോഴും ഒരാൾ ഭൂമിയിൽ ഒറ്റയ്ക്കാണ് എന്ന്. നമ്മളോടൊപ്പം ഒരുപാട് പേരുണ്ടെങ്കിലും അമ്മയുണ്ടാകും, ഭാര്യ ഉണ്ടാകും, കാമുകയുണ്ടാകും, മക്കളുണ്ടാകും. പക്ഷേ കുറേ നേരം നമ്മളിങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിമിഷങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം ഭയങ്കര കൈവിട്ടു പോകുന്നൊരു അവസ്ഥയിലെത്തി. അത് സുഹൃത്തുക്കൾക്കായാലും കുടുംബക്കാർക്കായാലും അത് വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി. ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള നിലയിൽ ഒരു സംഭവത്തിലൂടെ പോകുന്നുണ്ട്. ഈ മാതൃഭൂമി പുരസ്കാരം കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ വൈകിട്ട് വരെ മദ്യപിക്കാതെ നിലനിർത്തുക, ബോധത്തിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ചുമതല എന്നിലാണ് വന്നു ചേർന്നത്. അത് പുനത്തിൻ്റെ സുഹൃത്തുക്കളും ചേർത്തെടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ കണ്ണൂരിൽ നിന്ന് ആ ഒരു പരിപാടി നടക്കുന്ന ദിവസം പിന്നെ പുനത്തിൻ്റെ ഫ്ലാറ്റിലേക്കെത്തി. ഫ്ലാറ്റിലെത്തുമ്പോൾ അദ്ദേഹം ഒരു വിസ്കിയുടെ പകുതിയിൽ ഇങ്ങനെ കഴിച്ച് എത്തിയിരുന്നു. ഒരു കുപ്പി ഏതാണ്ട് പകുതി എത്തിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇന്ന് വൈകിട്ടാണ് പരിപാടി, ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയ വൈകിട്ട് എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പി എടുത്തിട്ട് ഞാൻ വാഷ് ബേസിനിൽ പോയിട്ട് ഒഴിച്ചപ്പം അദ്ദേഹം മുമ്പൊരിക്കലും കാണാത്ത വിധത്തിൽ എന്നോട് ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇപ്പം നീ ഇവിടുന്ന് ഇറങ്ങണം, നീ എന്താണ് ഒഴിച്ച് കളഞ്ഞതറിയോ, ഒരു വിശുദ്ധ പാനീയമാണ് നീ ഒഴിച്ച് കളഞ്ഞത് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ വല്ലാതെ ഇതാക്കി. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് വരെ ഞാൻ ഒന്നിച്ചിട്ടുണ്ടാകും, നാളെ തൊട്ട് ഒരുപക്ഷെ ഞാൻ ഇവിടെ വരണമെന്നില്ല, പക്ഷേ ഇന്ന് ഒരുപാട് പേര് വരുന്നതാണ് പരിപാടിയിൽ, എപ്പോഴും ഓർമ്മിക്കുന്നൊരു പരിപാടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ നേരം അദ്ദേഹം ക്ഷോഭത്തോടെ ദേഷ്യത്തോടെ അങ്ങനെ നിന്നു. പിന്നെ അദ്ദേഹം ഒരു നോർമൽ അവസ്ഥയിലേക്ക് വന്നു. അന്ന് പിന്നീട് മദ്യപിക്കാതിരിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. പുനത്തിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വ്യക്തികൾ സ്വയം കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും വിലയിരുത്താൻ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത് ഒരാൾക്ക് എത്ര അളവ് സ്വാതന്ത്ര്യം വേണം? ഒരിക്കൽ പുനത്തിലിനോട് ഞാൻ ചോദിക്കുന്നത് ഉണ്ട്, ഒരു വ്യക്തിക്ക് എത്ര കിലോഗ്രാം സ്വാതന്ത്ര്യം വേണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലതാണെങ്കിൽ നമുക്ക് 1 ഗ്രാം സ്വാതന്ത്ര്യം മതി. പക്ഷേ ആ 1 ഗ്രാം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ലൈഫിൽ? നിങ്ങൾക്ക് പ്രണയിക്കാൻ എത്ര ഗ്രാം സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ എത്ര ഗ്രാം സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്? അദ്ദേഹം ഗ്രാം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. എത്ര ഗ്രാം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് എന്ന് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപക്ഷെ ഒരുപാട് കിലോ സ്വാതന്ത്ര്യം എടുക്കുന്നൊരു വ്യക്തിയല്ലേ
താങ്കൾ കുഞ്ഞിക്ക എന്ന് പറയുന്ന കുഞ്ഞബ്ദുള്ള എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സത്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 1/2 കിലോ സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ 1/2 കിലോ സ്വാതന്ത്ര്യം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു. പുനത്തിലെടുത്ത 1/2 കിലോ സ്വാതന്ത്ര്യം പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രത്യേക ഘട്ടമെത്തിയപ്പോൾ, മദ്യപാനം ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും കുടുംബം നടത്തുന്ന ഒരു വലിയ പരിശ്രമം ഉണ്ട്. അത് നമ്മളെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ ശരിയായൊരു തീരുമാനമാണ്. കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ പുനത്തിലിനെ സംബന്ധിച്ചിടത്തോളം പുനത്തിലിനെ നഷ്ടപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംഭവമാണ് അത്. ഇങ്ങനെയുള്ള 2 ആശയക്കുഴപ്പങ്ങൾക്കിടയിലും പുനത്തിൽ കടന്നു പോകുന്നുണ്ട്. പുനത്തിലിൻ്റെ സുഹൃത്തുക്കൾക്ക് പുനത്തിലിനെ നഷ്ടമാകുന്നു, കുടുംബത്തിന് പുനത്തിലിനെ തിരിച്ചു കിട്ടുന്നു. അപ്പോഴെല്ലാവരും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മൗനത്തിൻ്റെയും വിവാദത്തിൻ്റെയും ഒരു കാലമായിരുന്നു. പുനത്തിലിനെ സുഹൃത്തുക്കൾക്ക് നഷ്ടമായി എന്ന് സുഹൃത്തുക്കൾ വിധി എഴുതി. പുനത്തിലിനെ കുടുംബത്തിന് കിട്ടി എന്നതിൽ പുനത്തിലിൻ്റെ കുടുംബം സന്തോഷിച്ചു. അതിനിടയിൽ ഒരിക്കൽ പുനത്തിലിനെ കണ്ടപ്പോൾ പുനത്തിൽ പറഞ്ഞു, എല്ലാ തിരിച്ചുപോക്കുകളും കുടുംബത്തിലേക്കായിരിക്കുമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ച ഈ പുനത്തിലും ഈ രീതിയിലാണ് അവസാനം ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മദ്യപാനം ഇങ്ങനെ കൂടിയ ഒരു സമയത്ത് അദ്ദേഹത്തെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറുടെ അരികിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് പുനത്തിലിൻ്റെ സമ്മതത്തോടു കൂടി പുനത്തിൽ തന്നെ തീരുമാനിച്ചിട്ടും ആണ് പോകുന്നത്. വളരെ പ്രശസ്തനായ ഒരു ഹോമിയോ ഡോക്ടറുടെ അരികിൽ നമ്മൾ പോകുന്നു. അപ്പോൾ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. എടക്കാടുള്ള ഡോക്ടർ അബ്ദുൽ അസീസ്, അദ്ദേഹം ഹോമിയോ രംഗത്ത് വളരെ അറിയപ്പെടുന്ന ഒരു ആളാണ്. വിജയമാഷയും പി.ടി. ഉഷയുടെയും MT വാസുദേവൻ നായർ, കുഞ്ഞുണ്ണി മാഷ്, ഇവരെയൊക്കെ ചികിത്സിച്ച ഒരാളാണ്. ഒരു കാലത്ത് പുനത്തിലിന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ പുനത്തിലുമായിട്ട് ഇദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ എടക്കാടുള്ള വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് കോഴിക്കോട് അളകാപുരിയിലിരിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം പുനത്തിലുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തും. പുനത്തിലിന് മദ്യത്തോടുള്ള വളരെ വലിയൊരു ആസക്തിയുണ്ട്. അതുപോലെ ഈ സ്ത്രീകളുമായിട്ടുള്ള ഒരു സംഭവത്തിൽ, അനുരാഗത്തിൽ അങ്ങനെ അദ്ദേഹം എപ്പോഴും അഡിക്റ്റായി പോകുന്നു, അല്ലെങ്കിൽ അതിൽ വീണു പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിപ്സോമാനിയ, എർട്ടോമാനിയാക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. അദ്ദേഹം അതിന് കൃത്യമായി മരുന്ന് കൊടുത്തു. എന്നിട്ട് പുനത്തിലിനോട് പറഞ്ഞ്, ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മദ്യത്തോടും മറ്റ് സംഭവങ്ങളോടൊക്കെയുള്ള താല്പര്യം കുറയുകയും നിങ്ങൾ കുറേ കൂടി എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. പുനത്തിലത് വാങ്ങുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പുനത്തിലിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ ഹോമിയോ മരുന്നിൻ്റെ ആ ചെറിയ കുപ്പിയിൽ നിന്ന് 1 2 കൂടി വന്ന ഒരു 4-5 ഗുളിക മാത്രമേ പുനത്തിൽ കഴിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, കുഞ്ഞിക്ക ഈ ഗുളിക ഒന്നും കഴിക്കാറില്ലേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹോമിയോയിൽ വിശ്വാസമില്ല, പക്ഷേ ഡോക്ടർ അബ്ദുൽ അസീസിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറിയാലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ മരുന്ന് ഫ്ലാറ്റിന് വെളിയിലേക്ക്, അത് ജീവിതത്തിലൊരു വലിയൊരു സംഭവമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ അസീസിനെ വിളിച്ചു ചോദിക്കുന്നു, ഡോക്ടർ, ഈ മദ്യത്തോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക്, സ്ത്രീകളോട് പ്രണയത്തോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതുണ്ടാകാനുള്ള വല്ല മരുന്നും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ? സാധാരണ നിലയിൽ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് കഴിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ M മുകുന്ദനും T പത്മനാഭനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ പിന്നീട് M മുകുന്ദനോടും പപ്പേട്ടനോടും പറയുന്നുണ്ട്. അവർ ഈ ഒരു സംഭവം കേട്ട് ഒരുപാട് ചിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ പുനത്തിൽ ജീവിതത്തെ എടുത്ത സന്ദർഭങ്ങൾ, ജീവിതത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വേറെ വേറെ രീതിയിലാണ് നമ്മളിന്ന് കാണുന്നത്. മാടായി പഴയൊരു ബംഗ്ലാവുണ്ട്, മാടായി കുന്നിൽ തന്നെ. ഒരു ദിവസം 1 2 ദിവസങ്ങൾ തുടർച്ചയായി വന്നാൽ അവിടെ പുനത്തിൽ നിൽക്കും. ഒരു പാതിരാക്ക് ഞാനിങ്ങനെ എണീറ്റ് നിൽക്കുമ്പം പുനത്തിലിനെ കാണുന്നില്ല, ബെഡിൽ കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട്
ഈ മാടായിപ്പാറയിൽ ഇങ്ങനെ രാത്രിയിൽ മിന്നാമിനികൾ ഇങ്ങനെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഈ മിന്നാമിനികൾ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു പുനത്തിൽ പാതിരാക്കാണ് ഇദ്ദേഹം മാടായിപ്പാറയിലൂടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഇത് മാടായിപ്പാറയാണ്, ഇഴജീവികളുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മിന്നാമിന്നികളുണ്ടെങ്കിൽ എന്താ അതിനൊരു എന്തൊരു രസമാണ്, അത് വേറെ ഇവിടെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള നിലയിൽ ഇങ്ങനെ പാതിരാക്ക് മിന്നാമിന്നികളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഒരു പുനത്തിൽ ഒരു വേറെ ഏതോ ഒരു സിനിമയിലെ നായകനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ പുനത്തിൽ നമ്മളിൽ നിന്ന് കടന്നു പോയിട്ട് കുറേ വർഷങ്ങളായി. പുനത്തിലിനെ ഓർക്കുമ്പോൾ പുനത്തിലിനെ പോലെ ജീവിച്ച മറ്റൊരാളെ നമുക്ക് കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല, മലയാളത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പുനത്തിലിൻ്റെ ജീവിതം ഒരു തരത്തിൽ പറഞ്ഞാൽ അസാധ്യതകളുടെ ഒരു കലയാണ് ജീവിതമെന്ന് നമ്മളെ മലയാളികളെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളെ നമ്മൾ കൂടുതൽ മനസ്സിലാകാതെ പോയിട്ടുണ്ട്. പുനത്തിലിനെ മരുന്ന് എന്നുള്ള നോവൽ അല്ലെങ്കിൽ സ്മാരകശിലകൾ എന്നുള്ള നോവലുകൾ ഒരു പക്ഷേ നിത്യഹരിതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകളിലൊന്നാണ് ഈ സ്മാരകശിലകൾ. അപ്പോൾ നോവലുകൾ മലയാളത്തിന് ഇനിയും ഒരുപാടുണ്ടാകും. പക്ഷേ പുനത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പേരാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, വ്യക്തിപരമായ നിലപാടുകൾ, മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വ്യക്തിപരമായി വിയോജിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ പുനത്തിലിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അപ്പോഴും പുനത്തിലിനെ പോലെ മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.